ഡോക്ടർ ആവാം എന്നുള്ളതാവാം, എഞ്ചിനീയർ ആവാം, പത്രപ്രവർത്തകനാവാം, പൈലറ്റ് ആവാം, വേറെന്താ വക്കീലാവാം. ഓരോരുത്തർക്കുള്ള ഓരോ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളാണ് ഇത്. സ്വപ്നങ്ങൾ വീണ്ടും വന്നു. ആ സ്വപ്നങ്ങളാണ്. ഓക്കെ, അത് മാഷ് ആ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് ചോദിച്ചു, അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, സ്വന്തമായൊരു വീടുണ്ട്, വീട്ടിൽ വാഹനങ്ങളുണ്ട്, വരുമാനമുണ്ട്, ഒന്നിലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത എത്ര കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് ചോദിച്ചു. ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, വരുമാനമുണ്ട്, കാറുണ്ട്, നല്ല വീടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ച് കുട്ടികൾ ഇങ്ങനെ നടന്നു വന്നു. മാഷ് ആ കുട്ടികളോട് നിൽക്കാൻ പറഞ്ഞത് ഈ ലക്ഷ്യത്തിന്റെ തൊട്ട് പിറകിലാണ്. ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. പിന്നെ മാഷ് ചോദിച്ചു, അച്ഛനോ അമ്മയോ ഇല്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. അപ്പൊ കുറച്ച് കുട്ടികൾ വന്ന് അവരോട് ഇങ്ങനെ പിറകിലേക്ക് നിൽക്കാൻ പറഞ്ഞു. അച്ഛനോ അമ്മയോ അസുഖം കാരണം പ്രയാസപ്പെടുന്ന എത്ര കുട്ടികളുണ്ട്, മാറാത്ത വ്യാധികളുണ്ട്, അസുഖങ്ങൾ, അതിന് മരുന്ന്, അതിൻ്റെ പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നു, അവരോട് ഇങ്ങനെ പിറകിലേക്ക് നിൽക്കാൻ പറഞ്ഞു. സ്വന്തമായി വീടില്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. സ്വന്തമായി വീടില്ലാത്ത എത്ര കുട്ടികളുണ്ട് ചോദിച്ചു. കുറച്ച് കുട്ടികൾ ഇങ്ങനെ പിറകിലേക്ക് വന്നു. അങ്ങനെ ഓരോന്നായി ഇങ്ങനെ ചോദിക്കുകയാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന കുട്ടികളുണ്ട്, സ്വന്തമായൊരു വാഹനമില്ലാത്ത കുട്ടികളുണ്ട്, യൂണിഫോമിന് പുറമെ 1-2 വസ്ത്രങ്ങൾ മാത്രമുള്ള കുട്ടികളുണ്ട്, ഒരു ദിവസം യൂണിഫോം നനഞ്ഞാൽ അന്ന് സ്കൂളിലേക്ക് വരാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ ആ കുട്ടികളോട് ഇങ്ങനെ വരിയായി നിൽക്കാൻ പറയുകയാണ്. ഇത് മാഷ അവസാനം അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താണെന്നറിയോ? നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ളത് അത് മാത്രമാണ്. കുട്ടികളോട് മാഷ് പറയാം, എടാ ഇവനെ എല്ലാം ഉണ്ട്, ഇവനൊന്നിനൊരു കുറവൊന്നുമില്ല, ഇവന് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ, അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവന് മനസ്സുണ്ടായാൽ മാത്രം മതി. അവനൊന്നും തടസ്സമില്ലടാ, അവന് മനസ്സുണ്ടായാൽ മാത്രം മതി. പക്ഷെ ഇവനങ്ങനെയല്ല. ഇതാ ഇവനങ്ങനെയല്ല. അതുകൊണ്ടേ ഇവന് ഏറ്റവും വലിയ സ്വപ്നം എന്തായിരിക്കും അറിയാം? ഇവന് ഏറ്റവും പുതിയ ഐഫോൺ വാങ്ങണമെന്നായിരിക്കും, ഏറ്റവും പുതിയ ബൈക്ക് വാങ്ങണമെന്നായിരിക്കും ഇവന്റെ ആഗ്രഹം. പക്ഷെ ഈ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ആളില്ലേ, അവന്റെ ആഗ്രഹം എന്തായിരിക്കും അറിയാം നിങ്ങൾ? വെച്ചെഴുതാനുള്ളൊരു നല്ല മേശ വാങ്ങണമെന്നായിരിക്കും, സ്വസ്ഥമായി ഇരുന്ന് പഠിക്കാൻ പറ്റിയൊരു മുറി ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അവന്റെ സ്വപ്നം. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് മാത്രം നോക്കിയാൽ പോരാ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ പിറകിൽ നിൽക്കുന്ന മനുഷ്യരിലേക്ക് ഒന്ന് നോക്കണം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഓടരുത് കേട്ടോ. ഒരു മനുഷ്യനെയെങ്കിലും, ഒരൊറ്റ മനുഷ്യനെയെങ്കിലും നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ പ്രതിഭ കൊണ്ടോ നിങ്ങൾ മുന്നേറുന്നതിനിടയിൽ ഒരൊറ്റ മനുഷ്യനെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നാണ് മാഷ് പറഞ്ഞത്.